ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ മിനി വ്ളോഗ്. ഇതൊരു മിനി വ്ളോഗ് ആയിരിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഞാൻ പെന്നൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടാ നിങ്ങൾ വിചാരിക്കും ഇനി എന്തോ പഠിക്കുകയാണ്. പക്ഷെ അല്ല, ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ടെൻസ്ഡാണ്, പക്ഷേ എക്സൈറ്റഡ് ആണ്. പക്ഷേ ടെൻഷനാണ് കൂടുതൽ. കാരണം ഞാൻ ട്രിപ്പ് പോവാണ് ഗൈസ്. ഇതിപ്പോൾ ഞങ്ങളുടെ ഫൈനൽ ഇയർ ആയി. അപ്പോൾ ഫൈനൽ ഇയറിൻ്റെ ഫൈനൽ ട്രിപ്പാണിത്. 11 ദിവസത്തെ ട്രിപ്പാണ്. അപ്പോൾ അതായത് 27th ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടും. 6-ാം തീയതി ഞങ്ങൾ തിരിച്ചിവിടെ എത്തും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ പാക്കിംഗ് വിത്ത് മീ ഫോർ എ ട്രിപ്പ്. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്യാൻ പോവാണ് ട്രിപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ പാക്ക് ചെയ്യാന്ന് വെച്ചാൽ ഒരുപാട് സാധനങ്ങളുണ്ട്. എനിക്കിതിങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏത് ഡ്രസ്സ് എന്നിടണം, ആ ഡ്രസ്സ് എന്നിടണം. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഫുൾ സ്ലീവ് ഡ്രസ്സ് ഇടാവൂ. കുറേ സ്ഥലങ്ങളിൽ ഡ്രസ്സിനൊക്കെ ഒരു രീതിയില്ലേ, അതെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പെന്നായിട്ട് നിൽക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വെയിറ്റ്, ഞാനൊരു ബുക്ക് എടുത്തിട്ട് എഴുതിക്കൊണ്ടിരിക്കുക. ആ സ്ഥലം ഈ സ്ഥലം. അപ്പോൾ ആ ഡ്രസ്സ് ഇങ്ങനെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഡ്രസ്സിൻ്റെ ഇത് കാണിച്ചു തരാം ഇവിടുത്തെ. അപ്പം നമുക്ക് മനസ്സിലാവും. എൻ്റെ റൂം ഒരിക്കലും ഇത്ര അലങ്കോലമായി കണ്ടിട്ടേ ഉണ്ടാവില്ല. അല്ല, ഞാൻ കണ്ടിട്ടില്ല. ഉള്ളൂ ഇത് മാത്രം സാധനങ്ങൾ. അലമാരിയിലും ഡ്രസ്സ്, നിലത്തും ഡ്രസ്സ്, പിന്നെ ബാഗൊക്കെ എന്തൊക്കെയോ ആയി കിടക്കുക. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്, ഫുൾ അലങ്കോലമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ഇന്ന് ശരിയാക്കിയാലേ ഇന്നിവിടെ കിടന്നുറങ്ങാൻ പറ്റൂ. കാരണം മൊത്തത്തിൽ ശരിയാക്കുമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം കുറച്ചെങ്കിലും ഇന്ന് എടുത്ത് വെക്കണം. ഇന്ന് എന്താ ദിവസം എന്നറിയോ? ഇന്ന് വെള്ളിയാഴ്ചയില്ല, ഇന്ന് ശനിയാഴ്ചയാണ്. അതായത് 24th ആയിരിക്കും. ഇന്ന് 24th ആണ് ഡേറ്റ്. അപ്പോൾ ഇന്നെങ്കിലും ഒരുവിധം ഒന്ന് ജസ്റ്റ് പാക്ക് ചെയ്ത് വെച്ചില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും സാധനം വിട്ടു വേണ്ടേ വാങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്നത് റെഡിയാക്കി വെച്ചാൽ നമുക്ക് നാളെ ഇത് വാങ്ങാം. ഞാനാണെങ്കിൽ ഇന്ന് ഷൂ ഒക്കെ കഴുകി വെച്ചു, ചെരുപ്പ് കഴുകി വെച്ചു, അങ്ങനത്തെ ചില്ലറ പരിപാടിയൊക്കെ ചെയ്ത് വെച്ചു. പിന്നെ ഞാനിങ്ങനെ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതെനിക്ക് മാത്രമായിരിക്കില്ല, എൻ്റെ കൂടെയുള്ള ആൾക്കാർക്കും കുറച്ച് കാലം കഴിഞ്ഞ ശേഷം ഇതൊക്കെ നോക്കുമ്പോൾ ഭയങ്കര മെമ്മറബിൾ സാധനമായിരിക്കും. ഒന്നാമത് എൻ്റെ ഫോണിൽ സ്ഥലമില്ല, അതാണ് മെയിൻ കാര്യം. ഫോണിൽ സ്ഥലമില്ല. അപ്പോൾ എനിക്കിത് പിന്നെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാ സാധനം ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട് കളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് നമുക്ക് വ്ളോഗാക്കി നമുക്ക് പിന്നെ കാണാമല്ലോ. അതാണ് സാധനം ഇവിടെ കിടന്നോളൂല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ എന്തെങ്കിലും ചെയ്യണം. എനിക്കിന്നൊരു ഐഡിയ ഇല്ല. അപ്പം ഞാൻ ഇന്നിരുന്ന് കുറേ സ്ഥലം എഴുതി. അപ്പം അതായത് ആഗ്ര പോവും, ഡൽഹി, അമൃത്സർ, മണാലി, ഡൽഹി. ഇതാണെങ്കിൽ ഡ്രസ്സൊക്കെ പകുതി കുറച്ചൊക്കെ ഞാൻ മേടിച്ചു. പിന്നെ കുറച്ചൊക്കെ ഫ്രണ്ട്സിൻ്റെ നിന്ന് അങ്ങോട്ടൊക്കെ എക്സ്ചേഞ്ച് ചെയ്തു. അങ്ങനെയാണ് കുറേ സാധനങ്ങൾ. ജാക്കറ്റൊക്കെ തന്ന് സഹായിച്ചത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ രേഷ്മയാണ്. രേഷ്മയ്ക്ക് യൂട്യൂബ് ചാനലുണ്ട്. വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ ഞാനത് കമൻറ്റ് ബോക്സിലിടാം. രേഷ്മയ്ക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ രേഷ്മയുടെയാണ്. അപ്പോൾ അവൾ ബാംഗ്ലൂർ. അപ്പോൾ അവൾ ബാംഗ്ലൂരിൽ നിന്ന് കൊടുത്തു വിട്ടതാണ്. അപ്പോൾ ആ ഡ്രസ്സുകളൊക്കെ കിട്ടി. അതുകൊണ്ട് അതൊന്നും വാങ്ങി ഞാൻ പൈസ ചിലവാക്കിയില്ല. മാക്സിമം പൈസ കുറച്ച് പോവാന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. പിന്നെ എന്താ ചീറ്റിപ്പോയെന്ന് വെച്ചാൽ ഞാൻ തെർമൽസ് വാങ്ങി. പക്ഷെ എനിക്ക് അത്ര നല്ലതാണെന്ന് തോന്നുന്നില്ല. ഞാൻ മീഷോന്നാണ് മേടിച്ചത്. പിന്നെ എനിക്ക് അത്ര ക്വാളിറ്റി ഉള്ള പോലെ തോന്നണില്ല ഇപ്പോൾ. പിന്നെ പോരാത്തതിന് ഞാൻ വാങ്ങിയപ്പോൾ സൈസ് ഒന്ന് ചെറുതായിട്ട് കൂടിപ്പോയി. അപ്പോൾ എനിക്കത് ടെൻഷൻ ഉണ്ട്. അവിടെ ചെല്ലുമ്പോൾ എനിക്ക് തണുപ്പ് കൂടി എനിക്കത് ബുദ്ധിമുട്ടായി. ഞാൻ മൊത്തത്തിൽ എനിക്കിങ്ങനെ തണുപ്പ് ഭയങ്കരമായിട്ട് റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ടൈപ്പാണ്. ഞാൻ തണുപ്പ് അവിടെ നിന്ന് അടിച്ച് ഞാൻ ഇവിടുന്ന് കാറ്റ് പോവുന്നുണ്ട്. അതാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ എന്താണെന്നൊക്കെ ഉള്ളത് വരും വ്ളോഗുകളിൽ കണ്ടറിയാം. ഞാൻ പോകുന്ന വ്ളോഗ്, ട്രെയിനിലെ വ്ളോഗ് എല്ലാം ഒരു വ്ളോഗായിട്ടിടാം എന്നാണ് ഞാൻ വിചാരിക്കുക. നിങ്ങൾ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിക്കുക, ലൈക്ക് ചെയ്യുക, അങ്ങനെ എല്ലാം ചെയ്ത് എന്നെ സഹായിക്കേണ്ടതാണ്. ഇതൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ. ഞാൻ കൂടുതൽ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഓരോ പാർട്ടായിട്ട് മൊത്തത്തിൽ പാക്കിംഗ് ആണ്. ഞാൻ ഇന്ന് മൊത്തം പാക്ക് ചെയ്യില്ല, നാളെയും ചെയ്യും. എല്ലാം കൂടെ ഒരു വീഡിയോ ആക്കിയിട്ട് കാണാം. ഓക്കെ വലിയ കാര്യത്തിൽ ഓക്കെ എല്ലാം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എനിക്കത്ര ഉഷാറൊന്നും ഉണ്ടായില്ല. ഞാൻ കുറേ ഇങ്ങനെ ആലോചിച്ചിരുന്നു. പിന്നെ ഒന്നും ശരിയാവുന്നില്ല. ഒക്കെ വലിച്ചു വാരി ഇട്ടതിനെ കൊണ്ട് എന്തിനിടണം, ഏത് പാൻറ്റ് ഏതിന് മാച്ചാ, ഏത് ദിവസം ഏത് ഡ്രസ്സ് ഇടണം, ഫുൾ കൺഫ്യൂഷനാണ്. അപ്പോൾ പെണ്ണും കൊണ്ടൊക്കെ കാര്യമായിട്ട് എന്തൊക്കെയോ എഴുതി മറിച്ച് എന്നിട്ടും ഡ്രസ്സൊക്കെ തപ്പുക. അപ്പോൾ കുറേ ഒന്നും ശരിയായില്ല. അപ്പം അടുത്തിട്ട് ഞാൻ കിടന്നുറങ്ങി. പിന്നെ പിറ്റേന്ന് രാവിലെയോ വൈകുന്നേരം എങ്ങനെയാണ് പിന്നെ ഒന്ന് മടക്കി വെക്കുക, എന്നിട്ട് അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ച് കുറേ നേരം എടുത്ത് ഇതൊക്കെ കൊണ്ടൊന്ന് മടക്കി വെച്ച്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൽ കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങളുണ്ടായിരുന്നു. ഇത് ഫുൾ എനിക്ക് കൊണ്ടുപോകാനുള്ളതൊന്നും അല്ലായിരുന്നു. അപ്പം ഞാനൊക്കെ ഒന്ന് മടക്കി ഒതുക്കി വെച്ചപ്പോൾ അപ്പോൾ ഒരു തീരുമാനം. എന്നിട്ട് ഞാനതൊക്കെ എഴുതി വെച്ചു ഏത് ഡ്രസ്സിനാണ് വേണ്ടതെന്നുള്ളത്.
2 ദിവസം മുന്നേ പാക്ക് ചെയ്യേണ്ട കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ. 2 ദിവസം മുന്നേ പാക്ക് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട് പാക്ക് ചെയ്യുന്നൊരു കാര്യം ഇപ്പോൾ വീഡിയോ കണ്ടില്ലേ. ഞാനൊന്നും ചെയ്തില്ല. ഇന്നിപ്പോൾ സമയം ഇപ്പോൾ എത്രയായി? ഇപ്പോൾ ഒരു 1 മണിയായിട്ടുണ്ടാവും. അതായത് തിങ്കളാഴ്ച 1 മണി, 26th ആയി. നാളെയാണ് അപ്പോൾ ടൂറ് പോകുന്നത്. സ്റ്റിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ എനിക്ക് ലാസ്റ്റ് മിനിറ്റ് ഹറിയപ്പ് പരിപാടിയേ ശരിയാവുള്ളൂ. ഇപ്പോഴും ഞാനൊന്നും ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് ശരിയാക്കി വെച്ചു, എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ച്. ഇവിടെ കുറച്ച് പരിപാടി ഉണ്ട്. അപ്പോൾ ആ പരിപാടീൻ്റെ ഉള്ളിൽ കൂടെ നടക്കലായി, റെസിഡൻസിൻ്റെ പരിപാടി. അപ്പോൾ അവിടെ പോയിരുന്നു. പാക്ക് അതിന് മുമ്പ് എനിക്ക് ചെയ്യായിരുന്നു. എനിക്ക് സമയമുണ്ടായിരുന്നു, ഒരുപാട് സമയമുണ്ടായിരുന്നു. മടി എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഞാൻ ലാസ്റ്റേ ചെയ്യുള്ളൂ. അങ്ങനെ ലാസ്റ്റ് വരെ എത്തി. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതാ എല്ലാ സാധനങ്ങളും ഏകദേശം ഇങ്ങനെ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് എനിക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയൊക്കെയോ. ഇതെല്ലാം കൂടെ അതിൻ്റെ അകത്ത് കയറ്റണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഷൂ ഒക്കെ ഒന്ന് കഴുകി, ഇനിയിപ്പോൾ ആ ഷൂവിന് ലേസ് ഇടണം. ഇതാണ് പരിപാടി. അത് കഴിഞ്ഞിട്ട് ഇത് പാക്ക് ചെയ്യണം. എന്നിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റും. ഇപ്പോൾ സമയം 1 മണി. നാളെ ഉച്ചയ്ക്ക് ഒറ്റപ്പാലത്തേക്ക് പോകണം. എന്നിട്ട് അവിടെ ഇപ്പോൾ റെസ്റ്റ് എടുക്കും. മറ്റന്നാൾ ഉച്ചയ്ക്കാണ് ശരിക്കും പോകുന്നത്. അപ്പം ഞാൻ കുറച്ച് പണിയെടുക്കട്ടെ, അല്ലെങ്കിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. പാക്ക് ചെയ്യണ്ടേ. കുറച്ച് പാക്ക് ചെയ്തിട്ട് കാണാം. അങ്ങനെ ടൈം ഇപ്പോൾ 2 മണിയായി. ഞാൻ പാക്ക് ചെയ്ത് കഴിഞ്ഞു 1 മണിക്കൂർ കൊണ്ട്. ബാക്കിൽ കാണുന്നുണ്ടോ നിങ്ങൾ? അതാണ് ബാഗ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ബാഗ്. ഈ സൂട്ട് കേസും ഡ്രസ്സും സാധനങ്ങളും പിന്നെ ജാക്കറ്റ് സാധനമൊക്കെ ഇതിനകത്ത് കയറ്റി. കുറേ സാധനമുണ്ട്. ടിക്കറ്റ് എനിക്ക് മതി. ഇത്രയും സാധനങ്ങളുണ്ട് ഗൈസ്. ഇത് എഴുതി ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ ഞാൻ പലതും മറക്കും. എൻ്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പം ഞാനിതൊക്കെ എഴുതി വെച്ച് എന്നിട്ട് ഇതൊക്കെ പാക്ക് ചെയ്തു. ഇനി സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങണം. എന്നിട്ട് നാളെ എണീറ്റ് പോകണം. ഞാൻ വിചാരിച്ചു എന്നെക്കൊണ്ട് പാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന്, കാരണം അത്രയും ഉണ്ടായി. അപ്പം ഞാൻ വിചാരിച്ചു തീരില്ലായിരിക്കും എന്ന്. പക്ഷെ ഞാൻ പാക്ക് ചെയ്തു. എന്തൊക്കെയോ കുത്തിക്കൊള്ളി ചൈന ബാഗ് തുറക്കുമ്പോൾ കൂടെ പുറത്ത് ചാടുമെന്നൊന്നും എനിക്കറിയില്ല. ഒരുവിധം ഫില്ലായി. പിന്നെ കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമല്ലോ, അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങാൻ തോന്നിയാലോ. അപ്പം ഞാൻ ആ ബാഗിൻ്റെ കുറച്ച് സ്പേസ് ലീവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നാളെ പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ് അതൊക്കെ വെച്ചപ്പോൾ ഫില്ലായി. അത് റൂമിലെത്തിയിട്ട് അത് മാറ്റുമ്പോൾ അതും കറക്റ്റാവും. അപ്പോൾ ട്രിപ്പ് പോവാണ്. ഇനി ബാക്കി ട്രിപ്പിൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ വരും വ്ളോഗുകളിലിടാം. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.